السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംസാരങ്ങൾ, നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളെല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അല്ലാഹു നമുക്ക് ഒരു ലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രതിസന്ധികളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധമായ റമളാനിൻ്റെ 10ാമത്തെ ദിവസം കഴിഞ്ഞു. വിശുദ്ധ റമളാനിൻ്റെ 10ാമത്തെ ദിവസത്തിലാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അവരെ അനുസ്മരിക്കുകയും അവരെ ഓർക്കുകയും അവരുടെ ഗുണങ്ങൾ, അവരുടെ മാതൃകകൾ നമുക്കൊക്കെ മനസ്സിലാക്കാനും നമുക്കൊക്കെ ജീവിതത്തിൽ പകർത്താനും നമ്മുടെ കുടുംബിനികൾക്ക് കൈമാറാനും ഒക്കെ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ടതും ചെയ്യുന്നതും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഖദീജ റളിയല്ലാഹു അൻഹ അവരൊരു മാതൃകാ കുടുംബിനിയായിരുന്നു, മാതൃകാ മാതാവായിരുന്നു. എല്ലാം കൊണ്ടും അവരെ മാതൃകയാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജീവിത രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അവരുടെ ചരിത്രങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധമായ മക്ക മുക്കറമയിലെ ജന്നത്തുൽ മുഅല്ലയിലാണ് മഹദി അവர்கள் അന്ത്യവിശ്രമം കൊള്ളുന്നത്. അള്ളാഹു അവരെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ജന്നത്തുൽ മുഅല്ലയിലെ പ്രത്യേകമായ ആ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ സിയാറത്തിനൊക്കെ പ്രത്യേകമായ സൗകര്യങ്ങളുള്ള, വെയിൽ കൊള്ളാതെ പ്രത്യേകം അവിടെ നമുക്ക് യാസീനോദി ദുആ ചെയ്യാനൊക്കെ സൗകര്യങ്ങൾ അവിടുത്തെ ഭരണകർത്താക്കൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തട്ടെ. ധാരാളം പ്രാവശ്യം അവരെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട പത്നിയായി മുത്തുനബി തങ്ങളുടെ 25ാമത്തെ വയസ്സിലാണ് 40 വയസ്സുള്ള ഖദീജ റളിയല്ലാഹു അൻഹ ഭാര്യയായിട്ട് വരുന്നത്. റസൂലുള്ളാഹിൻ്റെ 1ാമത്തെ വിവാഹവും ഖദീജ ബിബിയുടെ 3ാമത്തെ വിവാഹവുമാണ്. ഖദീജ ബിബിക്ക് രണ്ട് പ്രാവശ്യം അത് വിധവയായിട്ടുണ്ട്. മുത്തുനബി തങ്ങളാവട്ടെ ആദ്യത്തെ വിവാഹവുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു വിവാഹ ജീവിതത്തെ നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് ചിന്തിക്കാനുണ്ട്. മുത്തുനബി തങ്ങളെ കാര്യങ്ങൾ അറിയാതെ വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നബിതങ്ങളുടെ വൈവാഹിക ജീവിതത്തിൽ മുത്തുനബി തങ്ങൾ സ്വീകരിച്ച നയങ്ങളും നിലപാടുകളും എങ്ങനെയൊക്കെയാണ് എന്ന് നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബജീവിതം എന്ന് പറയുന്നത് തന്നെ ആദ്യഘട്ടങ്ങളിൽ അനിവാര്യമായൊരു സാഹചര്യമായിരുന്നു. അഥവാ 25കാരനായ ഒരു യുവാവ് 40കാരിയെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഒരു നാട്ടിലും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പറയുന്ന നമ്മളാരോ, കേൾക്കുന്ന നമ്മളാരും ഇഷ്ടപ്പെടാത്ത, നമ്മളാരും സമ്മതിക്കാത്ത ഒരു കാര്യമാണത്. എന്തേ പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിന്
നബിതങ്ങൾ സന്നദ്ധനായത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ദീനിൻ്റെ പ്രബോധന ഉദ്ദേശം മാത്രമാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം പിതാവിൻ്റെ ലാളന വേണ്ട പോലെ കിട്ടിയിട്ടില്ല. പിതാവിൻ്റെ ആ ഒരു സ്നേഹം കിട്ടിയിട്ടില്ല. പിതാവിനെ തന്നെ കണ്ടിട്ടില്ല മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാവിൻ്റെ സ്നേഹം വേണ്ടുവോളം കിട്ടിയിട്ടില്ല. നബിതങ്ങളുടെ ഒരു കുറച്ചിലായിട്ടല്ല ഇത് പറയുന്നത്. നബിതങ്ങളുടെ ഒരു അവസ്ഥയാണിത്. നബിതങ്ങളുടെ ദുർവിധി എന്ന് പറയാൻ പാടില്ല. അള്ളാഹിൻ്റെ റസൂലിന് ദുർവിധി ഉണ്ടാവുകയില്ല. സാഹചര്യം മറ്റുള്ളവർക്കൊക്കെ മാതൃകയാക്കേണ്ട മുത്തുനബിതങ്ങൾക്ക് ഉണ്ടായ ത്യാഗങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഓർക്കാൻ ഈ ഒരു സാഹചര്യം ആകുന്നു എന്നത് മാത്രം. അതും 40-കാരി എന്ന് മാത്രമല്ല, 2 പ്രാവശ്യം വിധവയായ, ആദ്യത്തെ ഭർത്താവിൽ 2 മക്കളുണ്ട്. അഥവാ അവരുടെ ആദ്യത്തെ ഭർത്താവിൻ്റെ പേര് അബൂഹാല എന്നാണ്. അവരിൽ 2 മക്കൾ ഖദീജ ബീവിക്കുണ്ടായിട്ടുണ്ട്. ഹാല, ഹിന്ദ് എന്ന് പറഞ്ഞ 2 കുട്ടികൾ. രണ്ടാമത്തെ ഭർത്താവ് അവർ മരണപ്പെട്ട ശേഷം രണ്ടാമത്തെ ഒരു ഭർത്താവ് ആ വിവാഹം കഴിക്കുന്നത് അതീഖ് ബിനു ആയിജാണ്. അവരിൽ സന്താനങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വിധവയായ 40-കാരിയായ ഒരു സ്ത്രീയെ ഒരു യുവാവ്, ചെറുപ്പക്കാരൻ, 25-കാരൻ വിവാഹ വധുവാക്കി സ്വീകരിക്കുക എന്നുള്ളത് തന്നെ അത്യപൂർവമാണ്. അത് വിമർശകർ കാണാതെ പോകുന്നു എന്നുള്ളതാണ് ദുഃഖം. വിമർശകർ പോലും അങ്ങനെ ഒരു സാഹസത്തിന് മുതിരുമോ എന്നറിയില്ല. എന്തായാലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതം നമുക്ക് പാഠമാണല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സവിശേഷതകളും നബിതങ്ങളുടെ സ്വഭാവ മഹിമയുമെല്ലാം കേട്ടറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിവാഹത്തിനെ ആഗ്രഹിച്ചത്. നബിതങ്ങളുടെ ഖദീജ ബീബിക്ക് ധാരാളം സമ്പത്തുകൾ ഉണ്ടായിരുന്നു. ഖദീജ ബീബിയുടെ സമ്പത്ത് ഇങ്ങനെ അവർ സമ്പത്ത് വിൽക്കാൻ ഏജൻറ്റുമാരെ വെച്ച് കച്ചവട സംഘമാക്കി യാത്രയാക്കുന്ന, കാഫിലയാക്കി യാത്രയാക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത്. മറ്റുള്ള അറബികളൊക്കെ അവരുടെ സ്വത്ത് നേരെ വിദേശ രാജ്യങ്ങളിൽ, ഷാം പോലത്തെ പ്രദേശങ്ങളിൽ, യമൻ പോലത്തെ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി വിറ്റഴിക്കുകയും അവിടെയുള്ള വസ്തുക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. സൂറത്ത് ഖുറൈശിൽ അല്ലാഹു ഇത് പറയുന്നുണ്ട്. ലഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ് ഫലിയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂ. അപ്പോൾ റിഹ്ലത ശിതാഇ വസ്സൈഫ് എന്ന് പറഞ്ഞ ആ ചൂടുകാലത്തും തണുപ്പുകാലത്തുമുള്ള യാത്ര, അതിനെ ഖുർആൻ എടുത്തു പറഞ്ഞു. യമനിലേക്കൊരു കാലഘട്ടത്തിൽ പോകും, ഷാമിലേക്കൊരു കാലഘട്ടത്തിലും പോകും. ഇങ്ങനെ 2 കാലം, തണുപ്പ് കാലത്തും ചൂട് കാലത്തും വ്യത്യസ്തമായ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ അവരുടെ സമ്പത്ത്, അവരുടെ കച്ചവട ചിരക്ക് വിറ്റഴിച്ച് ഇങ്ങോട്ട് അവിടെ നിന്നുള്ള സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്ന രീതിയാണ് അറബികളുടെ കച്ചവട രീതി. ഇത് ഭംഗിയായി നിർവഹിക്കപ്പെടുകയും ഇത് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴും ഖദീജ ബീബി പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ലാഭങ്ങളോ സത്യസന്ധതയോ ഉണ്ടാവാറില്ല. പലപ്പോഴും ഒരുപാട് ഏജൻറ്റുമാരെ വ്യത്യസ്തമായ സമയങ്ങളിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വെക്കുകയും അവരൊക്കെയും വഞ്ചന നടത്തുകയും ചെയ്യുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവട്ടെ ഒരു പ്രാവശ്യം അബൂ ത്വാലിബിൻ്റെ കൂടെ ഷാമിലേക്ക് പോയിട്ടുണ്ട്.
ഷാമിലേക്ക് അബൂ ത്വാലിബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട നബി തങ്ങളുടെ മൂത്താപ്പയുടെ കൂടെ ഒരു കച്ചവടത്തിന് തൻ്റെ 12ാമത്തെ വയസ്സിൽ പോയതായിട്ട് ചരിത്രങ്ങളിൽ കാണാം. ബഹീറ എന്ന് പറയുന്ന ക്രിസ്തീയ പുരോഹിതൻ പോകുന്ന വഴിയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ അയാളുടെ വേദങ്ങളിൽ മനസ്സിലാക്കിയ അടയാളങ്ങൾ മനസ്സിലാവുകയും ഈ കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, ഇത് ഒരു പ്രവാചകനാകാൻ പോകുന്ന കുട്ടിയാണ് എന്ന് തിരിച്ചറിയുകയും അബൂ ത്വാലിബിനോട് ഈ കാര്യം പറയുകയും ചെയ്തു. ബഹീറ ഒരു കാര്യം കൂടെ നിർദ്ദേശിച്ചു, നിങ്ങൾ കൂടി കുട്ടിയെ ഉടൻ നാട്ടിലെത്തിക്കണം, കാരണം ഈ കുട്ടി പ്രവാചകനാകേണ്ട കുട്ടിയാണ്. അതുകൊണ്ട് ഈ കുട്ടിപ്രായത്തിൽ ഇതിനെ നിങ്ങൾ കച്ചവടത്തിന് പറഞ്ഞയക്കരുത് എന്നുള്ള രീതിയിലേക്ക് ബഹീറ ഇടപെടുകയും അബൂ ത്വാലിബ് നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തത് ഇവിടെ പ്രത്യേകമായി എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നീടുള്ള ആ ഒരു സമയത്താണ് ഖദീജ റളിയല്ലാഹു അൻഹ തൻ്റെ സമ്പത്ത് വിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുന്നത്. മൈസറത്ത് എന്ന് പറയുന്ന ഖദീജ ബീവിയുടെ അടിമയും കൂടെയുണ്ട്. അങ്ങനെ കച്ചവടങ്ങളൊക്കെ കഴിഞ്ഞ് സമ്പത്തൊക്കെ കിട്ടിയ ലാഭവും അതിൻ്റെ കണക്കുകളും എല്ലാം തിരിച്ചേൽപ്പിച്ച് മടങ്ങുമ്പോൾ മൈസറത്തിനോട് ഖദീജ ബീവി ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു കച്ചവടമൊക്കെ? വളരെ സത്യസന്ധമായിരുന്നു, കൃത്യമായിരുന്നു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്ഭുതകരമായ കഴിവ് മൈസറത്തിന് ബോധ്യമായത് ഖദീജ ബീവിയുമായി പങ്കുവെച്ചു. നസ്തൂറ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഠിനമായ ചൂടുള്ള വെയിലുള്ള സമയങ്ങളിലൊക്കെ മേഘം തണലിട്ട് കൊടുക്കുകയും നബി തങ്ങൾക്ക് പ്രത്യേകമായ ഒരു തണൽ വിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച മൈസറത്തിന് ബോധ്യപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുമായി പങ്കുവെച്ചപ്പോൾ ഖദീജ ബീവിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത ഒരു സ്നേഹവും താല്പര്യവും തോന്നി. ഇതാണ് സത്യം. ഖദീജ ബീവി വിചാരിച്ചു, ധാരാളം സമ്പത്തുള്ള തനിക്ക്, ഉന്നത കുടുംബത്തിൽ പിറന്ന തനിക്ക് ഒരു ഭർത്താവിനെ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുകയും അത് ഈ ചെറുപ്പക്കാരനെ ഭർത്താവായി സ്വീകരിച്ചാലോ എന്നുള്ള ആലോചന ഖദീജ ബീബി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ ഉദിക്കുകയും ചെയ്തു. ഖദീജ ബീബിൻ്റെ പിതാവാകുന്ന ഖുവൈലിദ് അവർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ ഫിജാർ എന്ന് പറയുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു എന്നൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പിതൃവ്യാൻ ഉണ്ടായിരുന്നു എങ്കിലും നഫീസ എന്ന് പറയുന്ന വേലക്കാരത്തിയുമായി ദാസിയും ഈ വിഷയം ഖുറൈശി കുടുംബങ്ങളോട് സംസാരിക്കാൻ ഖദീജ ബീബി ഏൽപ്പിച്ചതനുസരിച്ച് അന്ന് ഖുറൈശികളുടെ നേതാക്കളായ അബൂ ത്വാലിബിനോടും അതുപോലെ ഹംസത്ത് റളിയല്ലാഹു അൻഹുവിനോടുമൊക്കെ സംസാരിച്ചു. അവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യമായി അള്ളാഹുവിൻ്റെ റസൂലിന് 500 വെള്ളി മഹർ കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഖദീജ ബീബിയെ ഭാര്യയാക്കി. ലളിതമായ വിവാഹമായിരുന്നു നടന്നത് എന്നും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഹംസ റളിയല്ലാഹു അൻഹുവും ഖദീജ ബിയുടെ ഭാഗത്ത് നിന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ലളിതമായ വിവാഹം. അങ്ങനെ 25 വർഷത്തെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ, ചരിത്രത്തിൽ വിശദീകരിക്കപ്പെടാൻ മാത്രം വലിയ ഒരു ജീവിതമായിരുന്നു, കുടുംബജീവിതമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതും ഖദീജ ബീബിയുടേതും റളിയല്ലാഹു അൻഹു. മാത്രമല്ല ഈ 25 കൊല്ലത്തിനിടയിൽ
ഖദീജ ബീബി ഭാര്യയായി ഉണ്ടായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിവാഹവും കഴിച്ചില്ല. മാത്രമല്ല ഖദീജ റസൂലുള്ളാഹിൻ്റെ ഇബ്രാഹിം എന്ന കുട്ടിയല്ലാത്ത എല്ലാ മക്കളും ഖദീജ ബീബിയിൽ നിന്ന് നബി തങ്ങൾക്കുണ്ടായതാണ്. ഖാസിം റളിയല്ലാഹു അൻ, അബ്ദുള്ള റളിയല്ലാഹു അൻ, സൈനബ് റളിയല്ലാഹു അൻഹ, റുഖയ്യ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഈ 3 പെൺകുട്ടികളും 4 പെൺകുട്ടികളും 2 ആൺകുട്ടികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായി ഖദീജ ബീവിയിൽ. ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മാരിയത്തുൽ കിബിത്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീയിൽ നിന്നുണ്ടായതാണ്. ഈ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് സ്നേഹനിധിയായ ഉമ്മയായി, പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാതൃകാ കുടുംബിനിയായി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് നിലകൊള്ളാൻ സാധിച്ചു എന്നുള്ളതാണ് ഖദീജ ബീബിയുടെ ഏറ്റവും പ്രത്യേകത. ഖദീജ ബീബിയെ വല്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു. ഉന്നത കുടുംബാംഗമാണ്, സൗന്ദര്യവതിയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ, ശിർക്കിനെ ഒന്നും അനുസരിക്കാത്ത, അതിനോടൊന്നും യോജിക്കാത്ത ജീവിത ചിട്ട പുലർത്തിയതുകൊണ്ട് ത്വാഹിറ, ശുദ്ധമതി എന്ന പേരിൽ ഖദീജ റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. ഖദീജ ബീവിയുടെ ജീവിതത്തിൻ്റെ ആ സമയങ്ങളിലാണ് അള്ളാഹുവിൻ്റെ റസൂലിന് വീണ്ടും 15 കൊല്ലം കഴിയുമ്പോൾ 25 വയസ്സിൽ വിവാഹിതനായ റസൂലുള്ളാഹി തങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇറാഖോയിൽ ആരാധനയിൽ കഴിഞ്ഞുകൂടിയ, അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞുകൂടിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ റമളാനിൻ്റെ പവിത്രമാക്കപ്പെട്ട ആ നിമിഷങ്ങളിൽ വിശുദ്ധമായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് നബിതങ്ങളോട് വായിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജബലുന്നൂർ പർവ്വതത്തിൻ്റെ മുകളിലുള്ള ഹിറാ ഗുഹയിലാണ് സംഭവം. അവിടേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. നബി തങ്ങൾ അവിടെ പോയി ഇരിക്കുമായിരുന്നു. കാരണം മക്കയിൽ അനാചാരങ്ങൾ കൊടികുത്തി വാഴുന്ന ഒരു രംഗങ്ങളാണ് അപ്പം ഉണ്ടായിരുന്നത്. കഅബാലയത്തിൻ്റെ പരിസരത്ത് പോലും അധാർമികതയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇങ്ങനെ കുമിഞ്ഞുകൂടുന്ന സമയത്ത് അതിനോടൊക്കെ ഒരു വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ പോയി ഇങ്ങനെ അള്ളാഹുവിനെ ഓർത്തിരിക്കും. അപ്പോഴാണ് മലക്ക് വന്ന് ഇഖ്റ വായിക്ക് എന്ന് പറഞ്ഞത്. വിധങ്ങൾ പറഞ്ഞു, മാ നബി കാരീൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. രണ്ടാമതും പറഞ്ഞു ഇഖ്റ, അപ്പോഴും പറഞ്ഞു മാ നബി ഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. മൂന്നാമതും പറഞ്ഞു ഇഖ്റ. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം അണച്ചു കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അൽഅമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിക്കുന്നത് നബി തങ്ങളുടെ 40ാമത്തെ വയസ്സിലാണ്. 40 പൂർത്തിയായ സമയത്താണ്. അള്ളാഹിൻ്റെ റസൂലാകെ വിറച്ചുപോയി, പേടിച്ചുപോയി. ആദ്യത്തെ അനുഭവമാണ്. നബി തങ്ങൾക്ക് പനി ബാധിച്ചു. മക്കത്ത് ഖദീജ ബീബിയുടെ വീട്ടിലേക്ക് വന്നു. സമ്മിലൂനി ഖദീജ, സമ്മിലൂനി, എന്നെ പുതപ്പിടൂ, എനിക്ക് പുതപ്പ് തരൂ. സമ്മിലൂനി, എനിക്ക് പനിക്കുന്നുണ്ട്, വിറക്കുന്നുണ്ട്. ആ വിറച്ച് പനിച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖദീജ ബീബി സമാധാനിപ്പിക്കുകയാണ്. അവിടെയാണ് ഒരു കുടുംബിനിയുടെ ഇടപെടലിൻ്റെ ആ ഒരു സന്തോഷങ്ങളെ മനസ്സിലാക്കപ്പെടുന്ന രംഗങ്ങളാണത്. കുടുംബിനിയുടെ ആ ഒരു മാതൃകാപരമായ ഇടപെടൽ, ഭർത്താവിനെ ആശ്വസിപ്പിക്കാനാണ് ഖദീജ ബീബി അവിടെ സമയം കണ്ടെത്തിയത്. കാരണം ആ ഒരു ഘട്ടം വല്ലാതെ പേടിച്ചു പോയൊരു ഘട്ടമായിരുന്നു അത്. നബിയെ അങ്ങ് വിഷമിക്കേണ്ട, ഭർത്താവ് അങ്ങ് വിഷമിക്കേണ്ട,
അങ്ങ് സത്യം പറയുന്ന ആളല്ലേ, അങ്ങ് നന്മ ചെയ്യുന്ന ആളല്ലേ, മാത്രമല്ല അങ്ങ് കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്, അങ്ങ് പാവങ്ങളെ, കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന ആളാണ്. അങ്ങേ അള്ളാഹു ബുദ്ധിമുട്ടിക്കൂല നബിയെ, അങ്ങേ അള്ളാഹു പ്രയാസപ്പെടുത്തൂല എന്നുള്ള സമാധാനത്തിന് ഇത് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതാ. എന്തെങ്കിലും പറഞ്ഞ് നബിതങ്ങളെ പുകഴ്ത്തി പറഞ്ഞതല്ല, ഇതൊക്കെ നബിതങ്ങൾ കൃത്യമായി ചെയ്തു വരുന്ന നബിതങ്ങളുടെ ജീവിതത്തിൽ ഉള്ളൊരു കാര്യമാണ്. അങ്ങനെയാണ് അന്ന് ഖദീജ ബീവിയുടെ പിതൃവ്യപുത്രനായ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന തൗറാത്തിലും ഇഞ്ചീലിലുമൊക്കെ വലിയ പാണ്ഡിത്യമുള്ള വൃദ്ധനായ പ്രായമെത്തിയ ഒരു പണ്ഡിതൻ, ഒരു വേദപണ്ഡിതൻ അവിടെ ജീവിച്ചിരുന്നു. അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് വിഷയങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാകാൻ പോണ്ട ആളാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കൽ വന്ന മലക്കാണ് അങ്ങയുടെ അടുക്കൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങക്ക് ഇനി ഒരുപാട് സന്ദേശങ്ങൾ അവർ മലക്ക് വഴി തരും, അള്ളാഹു തരും. പക്ഷേ അങ്ങ് ഈ നാട്ടുകാർ പുറത്താക്കും, അങ്ങേ ഉപദ്രവിക്കും. അങ്ങനെ പ്രയാസപ്പെടുത്തുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങയെ മുഴുവനായിട്ടും അംഗീകരിക്കുമായിരുന്നു, മുഴുവനായിട്ടും ഞാൻ അങ്ങയെ സ്വീകരിക്കുമായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്നെ ഈ നാട്ടുകാർ ബുദ്ധിമുട്ടിക്കുകയോ? കാരണം അന്ന് മുഹമ്മദ് എന്ന് റസൂലുള്ളാഹിനെ ഒരാളും വിളിക്കൂല. അതുവരെയും എല്ലാവരും വിളിക്കുന്നത് അൽ അമീൻ എന്നാണ്, വിശ്വസ്തൻ എന്നാണ്. മുഹമ്മദ് എന്നുള്ള പേരവിടെ വിളിക്കൂല. അവരെല്ലാവരും സ്നേഹത്തോടെ റസൂലുള്ളാഹിനെ വിളിക്കുന്നത് അൽ അമീനാണ്. അൽ അമീൻ. നബിതങ്ങളെ കാണുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിൽക്കും. നബിതങ്ങൾ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നബിതങ്ങളെ അവർ മധ്യസ്ഥനാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ കയർത്ത് സംസാരിക്കൂല. നബിതങ്ങൾ അവരോടും അങ്ങനെ തന്നെ. ഇങ്ങനെ ഒരു സാഹചര്യം. അങ്ങനത്തെ എന്നെ അവർ ബുദ്ധിമുട്ടിക്കുകയോ എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ? അത് സംഭവിച്ചല്ലോ. നബിതങ്ങൾക്ക് ഹിജ്റ പോകേണ്ടി വന്നല്ലോ. ഹിജ്റ പോയപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആ മക്കയെ നോക്കിക്കൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വചനങ്ങളെ ഇത് സത്യമാക്കുന്നു. നബിതങ്ങളെ ബുദ്ധിമുട്ടിച്ചു, കഷ്ടപ്പെടുത്തി, പട്ടിണി കിടക്കേണ്ടി വന്നു, കുടിവെള്ളം പോലും തടയപ്പെട്ടു. നബിതങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി. നബിതങ്ങളെ സഹായിച്ചിരുന്ന, നബിതങ്ങൾക്ക് പിന്തുണച്ചിരുന്ന, നബിതങ്ങൾ ആശയങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദര പുത്രനെ സ്നേഹിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് അബൂ ത്വാലിബ് എന്ന് പറയുന്ന നബിതങ്ങളുടെ മൂത്താപ്പ നബിതങ്ങളെ സ്നേഹിച്ചിരുന്നു. അബൂ ത്വാലിബ് നബിതങ്ങളോട് വലിയ സ്നേഹമായിരുന്നു. നബിതങ്ങൾ വന്നിട്ടേ അബൂ ത്വാലിബ് ഭക്ഷണം കഴിക്കുള്ളൂ, അത്ര സ്നേഹമായിരുന്നു. ആ അബൂ ത്വാലിബിനോട് പോലും ഇവർ പറഞ്ഞു, അബൂ ത്വാലിബെ, നിങ്ങൾ ഇവനെ വീട്ടിലേക്ക് കിടത്തണ്ട, വീട്ടിൽ നിന്ന് ഒഴിവാക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അബൂ ത്വാലിബിന് അവസാനം നബിതങ്ങളോട് പറയേണ്ടി വന്നു, പൊന്നുമോനെ, ഇങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്, നീയൊന്ന് നിൻ്റെ ഈ ഒരു പ്രചാരണം, ഈ ഒരു ദഅവത്ത് ഒന്ന് തൽക്കാലത്തേക്കൊന്ന് നിർത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് നബിതങ്ങൾ പറഞ്ഞത്, പ്രിയപ്പെട്ട മുത്താപ്പ, എൻ്റെ ഒരു കയ്യിൽ സൂര്യനെയും മറ്റൊരു കയ്യിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും എനിക്ക് ഈ സത്യസന്ദേശ പ്രചാരണത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല കേട്ടോ, അതെന്നെക്കൊണ്ട് പറ്റുകയില്ല എന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞു. എന്നാൽ നീ ചെയ്തോ. അങ്ങനെ അബൂ ത്വാലിബ് അടക്കം വീട് വിടേണ്ടി വന്നു. അവരൊറ്റപ്പെടുത്തി. ഭക്ഷണം, അതുപോലെ അവരുടെ കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്തു കൊടുക്കൂല, ആർക്കും സഹകരിക്കൂല, ഭക്ഷണം കൈമാറൂല. ഇങ്ങനെ എല്ലാ നിലക്കും അവഗണിച്ചു, നിസ്സഹകരണം അവർ പ്രഖ്യാപിച്ചു. എല്ലാവരും നിസ്സഹകരണം പ്രഖ്യാപിച്ച് ഒപ്പുവെച്ച ആ ഒരു രേഖ കഅബാലയത്തിൽ കൊണ്ടുപോയി തൂക്കി.
ഇങ്ങനെ നബി തങ്ങൾ ഒറ്റപ്പെടുത്തി കഅബാലത്തിൽ തൂക്കി. എല്ലാവരും നബി തങ്ങളെയും അബൂ ത്വാലിബിനെയും ബനൂ മുത്തലിബ് ബനൂ ഹാഷിം കുടുംബത്തെ ഒറ്റപ്പെടുത്തി. അങ്ങനെ മലഞ്ചെരുവിലേക്ക് അവരെ താമസം 3 വർഷത്തേക്ക് അവർ മാറ്റി. ആ താഴ്വരക്കാണ് ഷിഅബ് അബി താലിബ് എന്ന് പറയുന്നത്, അബൂ ത്വാലിബിൻ്റെ താഴ്വര എന്ന് ഇന്നും ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നത്. അന്നവർ പച്ചിലയാണ് തിന്ന് ജീവിച്ചത്. മക്കത്തേക്ക് വരുന്ന ഭക്ഷ്യസാധനങ്ങളെ മുഴുവനായും അബൂലഹബ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ വാങ്ങി അവർ കൊണ്ടുപോകും, ഒന്നും ഇവർക്ക് കിട്ടരുത് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പട്ടിണി കിടന്നു. കാശുണ്ടായിട്ട് പോലും വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നു. പച്ചില തിന്നിട്ട് സ്വഹാബിമാർ പറയുന്നുണ്ട് അവരുടെ മലം ആടിൻ്റെ മലം പോലെ ആയിരുന്നു എന്നവർ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിൻ്റെ അവസ്ഥ? ആ സാഹചര്യത്തിൽ പോലും ആ പട്ടിണി കിടക്കുമ്പോൾ പോലും റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹ നബിതങ്ങളെ പൂർണ്ണമായും നബിതങ്ങളെ സ്നേഹിച്ചു, സഹായിച്ചു, പിന്തുണച്ചു, കൂടെ നിന്നു. അതാണ് പ്രയാസങ്ങൾ വരുമ്പോൾ കൂടെ നിൽക്കലാണ് ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത്. അപ്പോഴാണ് ഒരാൾക്ക് സ്നേഹമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ ഒരു 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ പരിസമാപ്തിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി ഈ ലോകത്തോട് വിട പറയുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അബൂ ത്വാലിബിൻ്റെ വിയോഗവും വല്ലാതെ നബി തങ്ങളെ തളർത്തി. ആ വർഷത്തിന് ചരിത്രകാരന്മാർ പറയുന്നത് ആമുൽ ഹുസ്ന. ഖദീജ ബീവിയുടെ 65-ാമത്തെ വയസ്സിൽ ഒരു വിശുദ്ധ റമളാനിൻ്റെ 10-ാമത്തെ പകലിൽ ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുകയാണ്. ധനികയായ ഈ സമ്പന്ന കുടുംബത്തിൽ ജീവിച്ച് സമ്പത്തിൽ തന്നെ ജീവിച്ചു വളർന്ന് വഫാത്താകുമ്പോൾ വളരെ ദരിദ്രയായി വളരെ പ്രയാസപ്പെടുന്ന സാമ്പത്തികമായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വഫാത്തായി ഖദീജ റളിയല്ലാഹു അൻഹ. എല്ലാം മുത്തുനബി തങ്ങൾക്ക് കൊടുത്തു. എല്ലാ മുത്തുനബി തങ്ങൾക്ക് വേണ്ടി ദീനിന് വേണ്ടി സഹായിച്ചു. ഖുർആൻ നബി തങ്ങളെ പറ്റി പറഞ്ഞില്ലേ, വവജദക ആയിലം ഫഅഗ്ന. നബിയെ തങ്ങൾ സമ്പത്തില്ലാത്ത ആളായല്ലോ, അപ്പോൾ അങ്ങക്ക് അള്ളാഹു ഐശ്വര്യം തന്നില്ല നബിയെ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപകരിച്ചു എന്ന് പറയുന്നുണ്ട്. ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹിക്ക് മറക്കാൻ കഴിയില്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൻ്റെ ദിവസം വരുമ്പോൾ നബി തങ്ങൾ ആടിനറുത്ത് ഖദീജ ബിവിയുടെ കൂട്ടുകാരത്തികളായ സ്ത്രീകൾക്ക് ആടിൻ്റെ മാംസങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു ഓരോ ആണ്ടിനും. ഇത് കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ ഖദീജ ബിബിയുടെ മഹത്വങ്ങൾ പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, എന്താണിത്, ഒരു ഒരു വൃദ്ധയായ ഒരു സ്ത്രീയെയാണോ നബി നിങ്ങളിങ്ങനെ പുകഴ്ത്തുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഖദീജനെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഖദീജാനെ പറ്റി ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, നബിയെ ഖദീജക്ക് നിങ്ങൾ എൻ്റെ സലാം പറയുക എന്ന്. ജിബ്രീലിൻ്റെ സലാം കിട്ടിയ മഹദിയാണ് എൻ്റെ ഖദീജ. സ്വർഗലോകത്ത് കൊട്ടാരം ഖദീജ ബീബിക്ക് പണിയപ്പെട്ടിട്ടുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ടുണ്ട് ആയിഷ. അങ്ങനത്തെ ഖദീജ, എനിക്ക് സന്താനങ്ങളെ തന്ന ഖദീജ. എനിക്ക് പ്രയാസങ്ങൾ വന്നപ്പോൾ സാമ്പത്തികമായും സാമൂഹികമായും പ്രയാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ബഹിഷ്കരണങ്ങളും നിസ്സഹകരണങ്ങളും ഒക്കെ വന്നപ്പോൾ എൻ്റെ കൂടെ നിന്ന എന്നെ സമാധാനിപ്പിച്ച എനിക്ക് ആശ്വാസവാക്കുകൾ കൈമാറിയ എൻ്റെ പ്രിയപ്പെട്ട ഖദീജ, അത് മാതൃകാ കുടുംബിനിയാണ്. ഓരോ കുടുംബിനിക്കും ഇതിൽ മാതൃകയുണ്ട്.
ഭർത്താവിൻ്റെ കൂടെ പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ നിലകൊള്ളാൻ സാധിക്കണം. അതുതന്നെയാണ് ഖദീജ ബീവിയുടെ ഇന്നത്തെ ആ ഒരു ആണ്ട് ദിനത്തിൽ നമുക്ക് കൈമാറാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ഓർക്കാൻ സാധിക്കണം. അള്ളാഹു ആ മഹദിയോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു അവരുടെ ദർജ എത്തിക്കൊടുക്കട്ടെ. അവരെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.